Second method is nothing but adopting a premise or conditional proof. ഇത് യൂഷ്വലി വർക്ക് ചെയ്യുന്നത് നമ്മൾ P gives Q എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് എനിക്കുള്ളത് എന്നുണ്ടെങ്കിൽ ദിസ് തിങ് വിൽ വർക്ക്, റൈറ്റ്? അപ്പം ഇവിടെ നമ്മൾ യൂഷ്വലി ഫസ്റ്റ് വണ്ണിനെ പ്രിമിസ് ആയിട്ട് എടുക്കുകയും സെക്കൻഡ് വണ്ണിനെ പ്രൂവ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ കൺക്ലൂഷനിൽ സെക്കൻഡ് പാർട്ട് വന്നിരിക്കണം. മോർ ഓർ ലെസ് വിൽ ജസ്റ്റ് ലുക്ക് ഇൻ ടു എ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. This is my conclusion here and these are the set of premises. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അവർ മെൻഷൻ ചെയ്യും ലൈക്ക് ദിസ് ഇസ് വാട്ട് വി വോണ്ട്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത്. ചിലയിടത്ത് അവരത് മെൻഷൻ ചെയ്യാറില്ല. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇവിടെ വി ആർ ടേക്കിംഗ് ദിസ് ആസ് അവർ അഡീഷണൽ പ്രിമിസ് അല്ലെങ്കിൽ അഡോപ്റ്റഡ് പ്രിമിസ്. സോ സ്റ്റേറ്റ്മെൻറ്റ്, reason, first one R is my adopted premise. Next idinodu relate cheyidu we can write, okay, this is in the format of, right, appam idu equivalence of 2. Adutha from here, since R is true, by modus ponens we know that P is also true. Okay, ഇനി P true ആണ്, നമുക്ക് ഇവിടെ Q true ആണ് നമുക്കറിയാം because it's a premise. So P and Q will be true. That is a rule of conjunction. Conjunction എന്ന് പറഞ്ഞാൽ എന്താണ്? And operation ആണ്. This one, which is our next premise. P gives Q gives S, right? P true ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. So which means Q gives S is also true. Q true ആണെന്ന് നമുക്കറിയാം, which gives S is true. That is a rule of conditional proof. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ആദ്യമേ നമ്മൾ ഒരു ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ അഡോപ്റ്റഡ് പ്രിമിസ് ആയിട്ട് എടുത്തിട്ട് സെക്കൻഡ് പാർട്ടിനെ നമ്മൾ പ്രൂവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, എസ്സിനെ നമ്മൾ പ്രൂവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, അതിനോട് റിലേറ്റ് ആയിട്ടുള്ള പ്രിമിസ് എടുത്തെടുത്ത് പോവുക, എന്നാലേ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. My father praises me only if I can be proud of myself. Either I do well in sports or I can't be proud of myself. If I study hard, then I can't do well in sports. Therefore, if father praises, then I won't study well. ഇതിനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ആദ്യം എഴുതാം. ഓക്കെ, P gives my father praises me. Q എന്ന് പറയുന്നത് ഫാദർ പ്രൈസസ് മീ, ഐ ക്യാൻ ബി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. R എന്ന് പറയുന്നത് ഐ ഡു വെൽ ഇൻ സ്പോർട്സ്. So I can't be proud of myself, already the statement. And if I study hard, that is my S. I study hard. അപ്പം ഇതിൽ നിന്നും എങ്ങനെ നമ്മുടെ പ്രിമിസസ് എഴുതാനായിട്ട് പറ്റുന്നത്? സോ അവർ പ്രിമിസസ് വിൽ ബി മൈ ഫാദർ പ്രൈസസ് മീ only if എന്ന് പറയുമ്പോഴത്തേനും ഇംപ്ലിക്കേഷനാണ് വരുന്നത്. ഐ ക്യാൻ ബി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ ഇഫ് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്, മൈ ഫാദർ പ്രൈസസ് മീ. ഇഫ് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്, മൈ ഫാദർ പ്രൈസസ് മീ. Either I do well in sports or I can't be proud of myself. Or I can't be proud of myself. Sorry. R, not Q. If I study hard, then I can't do well in sports. Then what I need to prove, therefore കൊടുക്കുമ്പോഴേ അത് നമ്മുടെ കൺക്ലൂഷൻ ആണെന്ന് വിചാരിച്ചിരിക്കുക. If my father praises me, so ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. If my father praises me, then I don't study well. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതായിരുന്നു? കണ്ടീഷണൽ പ്രൂഫിംഗ് ആണ്, അല്ലെങ്കിൽ അഡോപ്റ്റഡ് പ്രമിസ് ആണ്. അപ്പം ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ്, റീസൺ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വി ആർ ടേക്കിംഗ് അവർ അഡോപ്റ്റഡ് പ്രമിസ്. P is the adopted premise.
സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേനും പി യുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിക്കേ. യെസ്, ദിസ് വൺ വി ആർ ഹാവിങ്. ക്യൂ ഗിവ്സ് പി. അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെയും എഴുതാം, അതായത് ഈക്വിവാലൻസ്. I can write that Q is true by modus ponens of 2 and 1. റൈറ്റ്, ക്യൂ ട്രൂ ആണെന്ന് കിട്ടി. ഇനി അടുത്ത് എന്താണ് ക്യൂ വെച്ച് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് വേറെ ഉള്ളത്? ദിസ് വൺ ഇസ് ദർ. ആർ ഇതിൻ്റെ പ്രിമിസാണ്. സോ we can write it as R is true because not Q alla. We know that we have S gives not R as a premise. So from this we write it not S by modus tolerance. എവിടെ നിന്നാണ്? 6 and 7. റൈറ്റ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത് while we are adopting a premise. തേർഡ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് പ്രൂഫ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്നാണ്. അതായത് ബേസിക്കലി നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രൂഫ് ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഇൻ സച്ച് എ വേ ദാറ്റ് ലൈക്ക് നമ്മൾക്ക് ആ ഒരു കോൺട്രഡിക്ഷൻ ചെയ്തത് ഫോൾസ് ആണെന്നുള്ള രീതിക്ക് വരും. അതായത് അവസാനം അത് കോൺട്രഡിക്ഷനായിട്ട് വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വാലിഡിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റും. സോ വി ആർ ടേക്കിംഗ് ദ നെഗേഷൻ ഓഫ് ദ കൺക്ലൂഷൻ ഹിയർ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ്സ് ലുക്ക്. ചെക്ക് ദ വാലിഡിറ്റി യൂസിങ് ദി മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. യൂഷ്വലി ഇങ്ങനെ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ്, റീസൺ. ഓക്കെ, നമ്മളുടെ കൺക്ലൂഷൻ ഇതാണ് അല്ലേ. സോ വാട്ട് വി ഹാവ് ടു ടേക്ക്? വി ഹാവ് ടു ടേക്ക് ദ നോട്ട് ഓഫ് അവർ കൺക്ലൂഷൻ. വൈ? ബിക്കോസ് ഇറ്റ്സ് എ നെഗേഷൻ ഓഫ് ദ കൺക്ലൂഷൻ. സെക്കൻഡ് വൺ, ഇതിനോട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? ആറിനോട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? ഇവിടെ ഉണ്ട്. പി ഓർ ആർ. പി ഓർ ആർ നമുക്ക് മനസ്സിലായി, ഇത് ആർ അല്ല എന്നും മനസ്സിലായി. ദാറ്റ് മീൻസ് പി ഈസ് ട്രൂ ബൈ ദ റൂൾ ഓഫ് ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം ഫ്രം 2. ഇതൊക്കെ ഫുള്ളായിട്ട് എഴുതിക്കോണേ. അടുത്തത് പിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? പി ഗിവ്സ് ക്യൂ. സോ പി ഗിവ്സ് ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്യൂ ട്രൂ ആയിരിക്കും ബൈ മോഡസ് പോണൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഈക്വേഷൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് മോഡസ് പോണൻസ്, മോഡസ് ടോളൻസ് ഒരു ആദ്യത്തെ ഒരു 5-6 വേയിലും നിങ്ങൾ മനസ്സിൽ വെക്കുക. സോ ഫ്രം 3 and 4. 6th വൺ നമുക്കൊരു പ്രിമിസായിട്ട് തന്നേക്കുന്നത് നോട്ട് ക്യൂ ആണ്. സോ ദിസ് ഇസ് എ പ്രിമിസ്. ക്യൂ ആൻഡ് നോട്ട് ക്യൂ എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്ഷനാണ്. ഇറ്റ്സ് ഫോൾസ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ it's proved that the argument here is valid because നമ്മൾ കൺക്ലൂഷൻ്റെ നോട്ടാണ് എടുത്ത് ചെയ്തത്. Test the validity. If I study, then I will not fail in maths. If I do not play basketball, then I will study. But I failed in maths. Therefore, I must have played basketball. ഇവിടെ P എന്ന് പറയുന്നത് I study ആണ്. Q എന്ന് പറയുന്നത് I will not fail in maths. R എന്ന് പറയുന്നത് പ്ലേ ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ I do not play basketball എഴുതാം. I do not play basketball. ഇതിൽ നിന്നും what all are the premise that we are getting? If I study, then I will not fail in maths. If I do not play basketball, then I will study. But I failed in maths. I failed in maths. Therefore, that means this is our conclusion. I must have played basketball. That is not R. Okay? Let us start with solving statements. Reason.
ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് പ്രൂഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നോട്ട് ഓഫ് നോട്ട് ആർ, അതായത് നെഗേഷൻ ഓഫ് കൺക്ലൂഷൻ നമ്മൾ എടുത്തു. ആറിനോട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ് നമുക്കിവിടെ ഉണ്ടോ, ആർഗ്യുമെൻ്റ് അല്ല പ്രിമിസ് ഉണ്ടോ, ആർ ഗിവ്സ് പി, ദാറ്റ് ഈസ് എ പ്രിമിസ്. സോ ഹെൻസ് പി ഇസ് ട്രൂ ബൈ മോഡസ് പോണൻസ്. ഇനി പിയും വരുന്ന എന്തെങ്കിലും ഉണ്ടോ, പി ഗിവ്സ് ക്യൂ, ഇറ്റ്സ് എ പ്രിമിസ്. ക്യൂ ഇസ് ട്രൂ by modus ponens. But there is one more, what do you say for that, one more premise we are having, that is not Q. Alle Q and not Q is a contradiction. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാറ്.